ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഭൂട്ടാൻ നാഷണൽ മ്യൂസിയം ഓഫ് ഭൂട്ടാൻ കാണുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇത് പാരോ എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഗേറ്റ് വേ കണ്ടില്ലേ? ഗേറ്റ് വേ കടന്ന് മുന്നോട്ട് പോവുകയാണ്. പാരോ, അതായത് ഭൂട്ടാൻ്റെ ഒരേ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള പാരോ. ആ പാരോയിലാണ് ഒരു എയർപോർട്ടിന് അത്യാവശ്യം സാഹചര്യമുള്ള ഒരു സ്ഥലമുള്ളത് ഭൂട്ടാനിൽ. മലനിരകളാൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് പാടങ്ങളുമൊക്കെയുള്ള ചെറിയൊരു ഭാഗം. അതാണ് ഈ പാരോയെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. എങ്കിൽ പോലും അത് വളരെ ഡേഞ്ചറസാണ്. ഏറ്റവും ലോകത്തിലെ ഡേഞ്ചറസ് എയർപോർട്ടെന്ന് പറയാം. മലകൾക്കിടയിലൂടെ വന്ന് കുത്തനെ താഴ്ന്ന് ലാൻഡ് ചെയ്യുക, അതേപോലെ ടേക്ക് ഓഫ് ചെയ്യുക. അതിന് സ്പെഷ്യൽ പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇവിടെ പൈലറ്റും ലൈസൻസും കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ട് എയർലൈൻസാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഒന്ന് ഡ്രൂക്ക് എയർ എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ നാഷണൽ എയർവേയ്സാണ്. മറ്റത് ഭൂട്ടാനീസ് എയർവേയ്സ്, ഒരു പ്രൈവറ്റ്. പാരോ ടൗണാണ് കാണുന്നത്. ചെറിയൊരു ടൗണാണ്. ഒരു ഹൈവേ ഇങ്ങനെ പോകുന്നു, അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഡെവലപ്പ് ചെയ്ത ചെറിയ ഒരു ടൗൺ. അതാണ് പാരോ ടൗൺ. ഇവിടെയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുന്നത് ഭൂട്ടാൻ്റെ നാഷണൽ മ്യൂസിയമാണ്. നാഷണൽ മ്യൂസിയത്തിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വളരെ പാരമ്പര്യ തനിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ. സ്വാഭാവികമായിട്ടും ഭൂട്ടാൻ്റെ മ്യൂസിയം നമ്മൾ കാണുമ്പോൾ അവിടെ അവരുടെ പാരമ്പര്യ തനിമ ഓതുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷനായാലും ശരി, അതിൻ്റെ എല്ലാ അംശത്തിലും അത് നിഴലിക്കുന്നത് കാണാം. വളരെ മനോഹരമായ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ആ പിങ്ക് തൊപ്പി വെച്ച ആൾക്കാരൊക്കെ. അപ്പോൾ ഭൂട്ടാൻ നാഷണൽ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ കടക്കുമ്പോൾ തന്നെ ഈശോ ചേട്ടനാണ് മുന്നാലെ പോകുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. കൺസ്ട്രക്ഷൻ കണ്ടോ? തടി കൊണ്ടുള്ള ശില്പ ചാതുരി വിളിച്ചോതുന്ന കൺസ്ട്രക്ഷനാണ്. വളരെ മനോഹരമായ കൺസ്ട്രക്ഷൻ. അപ്പോൾ അത് ഇവിടെ കാണാൻ സാധിക്കും. തടി മൊത്തം തന്നെ തടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കൺസ്ട്രക്ഷൻ ചാതുരി എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിമനോഹരമായ കൺസ്ട്രക്ഷൻ. ആർക്കിടെക്ചർ, തടികൊണ്ടുള്ള മനോഹരമായ ശില്പഭംഗി ഉള്ള ചിത്രീകരണങ്ങൾ, ശില്പവേലകൾ, ആർക്കിടെക്ചർ, മനോഹരമായ തടിയിലുള്ള ശില്പവേലകൾ, കടും വർണ്ണങ്ങൾ ഒക്കെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ അനുഭൂതി സന്ദായകമായ കാര്യമാണ്. ഇവിടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഓരോ പെയിൻറ്റിങ്ങുകളെക്കുറിച്ച്. ഇത് കോട്ടണിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങാണ്. കോട്ടൺ തുണിയിൽ വളരെ മനോഹരമായി പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. അതും പ്രകൃതിദത്തമായ ചായങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മിനറൽസ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വിവിധ നിറമുള്ള മണ്ണുകളും അതെല്ലാം ഉപയോഗിച്ച് ഉള്ള പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് വളരെ മനോഹരമായ ഈ ചിത്രകല, ഭൂട്ടാനീസ് ചിത്രകല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്ക് വന്ന് കണ്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ട് ഉണ്ട്. താല്പര്യമുള്ളവർക്ക്, ചിത്രകലാ ആസ്വാദകർക്ക് പ്രത്യേകിച്ചും ധാരാളം സ്കോപ്പ് നൽകുന്ന, ധാരാളം സാധ്യതകൾ നൽകുന്ന പെയിൻറ്റിങ്ങുകൾ, വിശിഷ്ടമായ പെയിൻറ്റിങ്ങുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ കൺസ്ട്രക്ഷൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. അതിമനോഹരമായ
കൺസ്ട്രക്ഷനുണ്ട്. കണ്ടോ, ഇത് 2ാം നിലയിലേക്ക് കയറി. 2ാം നിലയിലേക്ക് സ്റ്റെപ്പ്, തടി കൊണ്ടുള്ള സ്റ്റെപ്പ്, മൊത്തം തടിമയമാണ്. അവിടെയും ഉണ്ട് പെയിൻറ്റിങ്ങുകൾ. ശരിക്ക് സമയമെടുത്ത് കണ്ട് പോകേണ്ടതാണ്. പക്ഷേ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം, അങ്ങനെ വളരെയധികം സമയമെടുക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ മാത്രമല്ല, അത് ഒരു പരിധിയിലധികമായാൽ ബോറടിച്ചു എന്നും വരാം. മനോഹരം, അത്യുഗ്രൻ, അതീവ സുന്ദരം ശില്പവേല കണ്ടോ, നോക്കണം. അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എത്ര ഗംഭീരമായി ചെയ്തിരിക്കുന്നു നോക്കുക. ബുദ്ധമയം, ബുദ്ധമതക്കാരാണല്ലോ. ബുദ്ധൻ, ശ്രീബുദ്ധൻ, അനവധി ശ്രീബുദ്ധൻ പ്രതിമകൾ കണ്ടോ, എന്താ അതിൻ്റെ ബ്യൂട്ടി. അതുപോലെ തന്നെ ആ ഇലകളാണെങ്കിലും ശിഖരങ്ങളാണെങ്കിലും പൂക്കളാണെങ്കിലും ഏറ്റവും വലിയ ഒരു ശ്രീബുദ്ധൻ്റെ പ്രതിമ മുകളിൽ, ചുറ്റുപാടും ചെറിയ ചെറിയ എല്ലാറ്റിനും അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് കണ്ടോ. ആ ഇലകളും അല്ലികളും എല്ലാം അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ പോലും അതിൻ്റെ കലാചാതുരി നിഴലിക്കുന്നില്ലേ എന്ന് നോക്കുക. അപ്പോൾ ആ വൈറ്റിൽ കാണുന്ന അതിൻ്റെ റിഫ്ലക്ഷനാണ്, നമ്മുടെ ജനലിൻ്റെ റിഫ്ലക്ഷനാണ്, അല്ലാതെ അത് ഇതിൽ പെട്ടതല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ വരുന്നതാണ്. ഏറ്റവും മുകളിൽ മനോഹരമായ ബുദ്ധപ്രതിമ ഉണ്ടോ. എന്താണ്, ഇതൊക്കെയാണ് കാണാനുള്ളത്. സ്വാഭാവികമായും ബുദ്ധമതക്കാരുടെ നാടാണ്, ബുദ്ധൻ മയമായിരിക്കും ഇവിടെ. അതിമനോഹരമായ ശില്പങ്ങളെല്ലാം ബുദ്ധൻ്റെ ശില്പങ്ങൾ, അതുപോലെ മറ്റ് ശില്പങ്ങളുമുണ്ട്. ബുദ്ധൻ എന്ന് പറയുന്നതാണ്, ബുദ്ധമതമാണ്, ആ മതമാണ് ഭൂട്ടാനെ ഭൂട്ടാനാക്കുന്നത്. അപ്പോൾ രാജകുമാരനായിരുന്നിട്ടും നോക്കണം, അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ തടിയിൽ കാർവ് ചെയ്ത് വച്ചിരിക്കുന്നു. കണ്ടില്ലേ, പുഷ്പങ്ങൾ, ഇലകൾ എല്ലാം. കളർ തീം നല്ല ഷാർപ്പ് കളേഴ്സാണ്, നല്ല കടും നിറങ്ങൾ, അതിമനോഹരമായി എങ്ങനെയെങ്കിലും വലിച്ചു വാരിയല്ല ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥ കല. ഇതൊക്കെയാണ് കണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാജകുമാരൻ, സിദ്ധാർത്ഥ രാജകുമാരൻ ജനങ്ങളുടെ ദുഃഖം പരിഹരിക്കുന്നതിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അരയാൽ ചുവട്ടിൽ വെച്ച്, ബുദ്ധഗയയിലെ അരയാൽ ചുവട്ടിൽ വെച്ച്, ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ബോധോദയം സിദ്ധിക്കുന്നു, എൻലൈറ്റൻമെൻറ്റ്. അതിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു, തിരിച്ചറിവുണ്ടാകുന്നു. ആശയാണ് നിരാശയ്ക്ക് കാരണം. അവനവൻ്റെ പാത സ്വയം വെട്ടിത്തെളിക്കുക, അവനവൻ്റെ വെളിച്ചവും പാതയും അവനവൻ തന്നെയാണ്. അപ്പോൾ വളരെ മഹത്തായ ആശയങ്ങൾ, സ്കൾപ്ചേഴ്സ്, വളരെ മനോഹരമായ സ്കൾപ്ചേഴ്സുണ്ട്. ഒന്നില്ലേ, ഗംഭീരം എന്നേ പറയാവൂ. കൺസ്ട്രക്ഷൻ, വീണ്ടും ഇവിടെയും ബുദ്ധൻ കണ്ടോ. എന്താ അതിൻ്റെ ബ്യൂട്ടി ആണ്. വാക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ വർണ്ണിക്കുന്നതിന്. അമൂല്യമായ ശില്പങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിമനോഹരമായ ബുദ്ധൻ. ബിഗ് സ്തൂപ എന്ന് പറയുന്ന നമ്മൾ തിമ്പൂൽ കണ്ട അതിൻ്റെ ചെറിയ രൂപം, ബിഗ് സ്തൂപ, മുകളിൽ ഒരു മണിയൊക്കെ ആയിട്ട് ധാരാളം ശില്പങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നീ നിൻ്റെ വെളിച്ചമാകുന്നു, നീ നിൻ്റെ പാതയാകുന്നു. ശ്രീബുദ്ധൻ സ്കൾപ്ചർ. ഇതൊക്കെയാണ് കാണാനുള്ളത്. അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു മതം. ഏത് തന്നെ മഹനീയമായ ആശയമാണെങ്കിലും അതിൻ്റെ ഒന്നും അടിസ്ഥാനം ഹിംസയാകാൻ പാടില്ല എന്നത് എത്ര മഹത്തായ ആശയമാണ് എന്ന് നോക്കുക. ആശയങ്ങൾ മനുഷ്യരെ കൊല്ലുന്നതിന് ഇടവരുത്തുന്നു.
വർഗങ്ങളായി തിരിക്കുന്നു, അന്യനെ സൃഷ്ടിക്കുന്നു, അവനെ കൊല്ലുന്നു. ഈ രീതിയിൽ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും അത് ആശയം തെറ്റിപ്പോയി എന്ന്. അപ്പോൾ അതിനെ തിരുത്തി പറയുന്നു. അപ്പോൾ യാതൊരു ആശയത്തിൻ്റെ പേരിലും ഹിംസ പാടില്ല എന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസം ലോകത്തിന് വെള്ളി വെളിച്ചം കാട്ടിക്കൊണ്ട് നിലകൊള്ളുന്നു ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും. അപ്പോൾ ബുദ്ധമതക്കാരുടെ നാട് അതാണ് ഭൂട്ടാൻ. ഭൂട്ടാന് മുന്നാലെ പറയുന്ന പേര് ഡ്രൂക്ക് എൽ എന്നാണ്. ഡ്രൂക്ക് എൽ എന്ന് വെച്ചാൽ സ്ഥലം. ദ പ്ലേസ് ഓഫ് തണ്ടർ ഡ്രാഗൺ. ഡ്രൂക്ക് എന്ന് പറഞ്ഞാൽ തണ്ടർ ഡ്രാഗൺ. ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ശക്തി ഒരു മിത്തിക്കൽ ആനിമലാണ്, ഏറ്റവും ശക്തനായ മിത്തിക്കൽ ആനിമൽ. അതാണ് ഡ്രൂക്ക്, തണ്ടർ ഡ്രാഗൺ. അതാണ് ഡ്രൂക്ക് എൽ. പിന്നീട് ഭൂട്ടാൻ എന്ന് മാറി. ഭൂട്ടാൻ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഹൈലാൻഡ്സ്, എൻഡ് ഓഫ് ദ ഹൈലാൻഡ്സ്. ഹിമാലയൻ ഹൈലാൻഡ്സിൻ്റെ എൻഡിലാണല്ലോ ഭൂട്ടാൻ. ആ അർത്ഥത്തിൽ മലനിരകൾക്കിടയിലുള്ള രാജ്യം, അല്ലെങ്കിൽ ടിബറ്റിൽ നിന്ന് വന്നവരാണ് എന്നും പറയാം. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ വെളിയിലിറങ്ങിയിരിക്കുകയാണ്. ഭൂട്ടാൻ നാഷണൽ മ്യൂസിയത്തിൻ്റെ വെളിയിലേക്കിറങ്ങി സഞ്ചരിക്കുകയാണ്. ഭൂട്ടാൻ നാഷണൽ മ്യൂസിയം വെളിയിൽ ഉള്ള സീനുകളെല്ലാം എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വളരെ മനോഹരമായ പ്രകൃതിയാണ്. വളരെ മനോഹരമായ പ്രകൃതി ഏത് ദിശയ്ക്ക് തിരിഞ്ഞാലും. അപ്പോൾ ഇത് ടൗൺ പാരോ എന്ന് പറയുന്ന സ്ഥലമാണ്. ഭൂട്ടാൻ്റെ ഒരേ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള സ്ഥലമാണ് പാരോ. അപ്പോൾ ചുറ്റുപാടും വലിയ മലനിരകൾക്കിടയിൽ കുറച്ച് പാടങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാഗം ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റിയിരിക്കുന്നു. അത് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് എയർപോർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഭൂട്ടാനിലെ പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ വെളിയിലിറങ്ങി. ഇനി ഒരു കൾച്ചറൽ പ്രോഗ്രാമുണ്ട്, അതിന് പോകണം. കൾച്ചറൽ പ്രോഗ്രാമിന് പോയി കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് അവരുടെ സ്വാഗതഗാനമാണ്. സ്വാഗതം ചെയ്യുന്നത് തുടക്കത്തിൽ ഈ കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യുന്ന സ്വാഗത നൃത്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ തനത് കലകളാണ് ഈ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇവിടെ അവതരിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ. ഇനി ഇതുപോലെ ധാരാളം കലാപരിപാടികളുണ്ട്. ഇതിൻ്റെ സംഗീതം കേൾപ്പിക്കാൻ നിവൃത്തിയില്ല. സുഹൃത്തുക്കൾ ക്ഷമിക്കുക. കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കുന്നതിന് വേണ്ടി സംഗീതം കേൾപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സ്വാഗതം. അടുത്തത് ഇത് യാക്ക് ചാം ഡാൻസ് എന്ന് പറയും. യാക്ക് ചാം ഡാൻസ്. യാക്കെന്ന് പറയുന്നത് അവരുടെ വളർത്തുമൃഗമാണ്. അവർ വരുന്നു. യാക്ക് എന്ത് ഗംഭീരമെന്ന് നോക്കുക. പാർട്ടിസിപ്പൻസിനെ വന്ന് കടിക്കാനുമൊക്കെ ശ്രമിക്കുന്ന യാക്ക് അതിശക്തനായ ഒരു മൃഗമാണ്. അത് നമ്മുടെ പശുവിനെ പോലെ എന്നാൽ കുറച്ചുകൂടി ശക്തിയുള്ള ജീവിയാണ്. അത് ധാരാളം രോമരാജികളുള്ളതുകൊണ്ട് തന്നെ തണുപ്പ് രാജ്യങ്ങളിൽ അതിജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് യാക്ക്. മാത്രമല്ല, ഈ മൃഗത്തിനോട് കൂടെ ജീവിച്ചുകൊണ്ട് അതിൻ്റെ പാലും മാംസവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു സൗഹൃദ ബന്ധമാണ് യാക്ക് എന്ന മൃഗവുമായിട്ട് ഉള്ള. അത് ഒരു അപകടം പറ്റിയതാണ്. ഒരു വിളക്ക് അതിൻ്റെ കൊമ്പിൽ കുരുങ്ങി. അപ്പോൾ ഇത് കലാകാരന്മാർ എത്ര ഗംഭീരമായി ചെയ്യുന്നു എന്ന് നോക്കുക. ഒരു യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കലാകാരൻ ചേർന്നാണ് യാക്കിൻ്റെ രൂപം. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ബാക്ക് ഇതിൽ ഫ്രണ്ട് അതിൽ 4 കാല് എന്ന് പറയുമ്പം 2 മനുഷ്യരാണ് അതിനകത്ത് നിൽക്കുന്നത്. അവരുടെ ആ ഒരു കോർഡിനേഷൻ, അവരുടെ ആ ചലനങ്ങൾ സമീചീനമായി അനുരഞ്ജിപ്പിച്ചുകൊണ്ടാണ് ഈ ആനിമൽ യാക്കെന്ന് പറയുന്ന മൃഗത്തിൻ്റെ നമ്മളൊരു പാർട്ടിസിപ്പൻറ്റും കൂടെ അതിൻ്റെ ഇടയിൽ ഇറങ്ങിയെന്ന് ഡാൻസ് ചെയ്യുകയാണ്. അല്ല, പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട്ട് കേൾപ്പിക്കാൻ നിവൃത്തിയില്ലാത്തതാണ് യാക്ക്. പൊതുവേ തന്നെ നല്ല ശക്തനായ ഒരു മൃഗമാണ് യാക്ക്. അപ്പോൾ അവർ ഇണക്കി വളർത്തുന്നു എന്ന് മാത്രം. ഇത് വൈൽഡ് യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ശക്തി അത് ഓടിക്കുന്നു. അതിൻ്റെ യാക്ക് ചാമറ ഓടിക്കുന്നത് ഒക്കെ കാണിക്കുന്നത് നല്ല വളരെ രസകരമായി അവതരിപ്പിക്കുന്നതാണ് ഈ യാക്ക് ഡാൻസ്. അപ്പം ഇത് അവരുടെ നോമാഡിക് ട്രൈബ്സിൻ്റെ ഡാൻസാണ്, ഡാൻസ് രൂപമാണ്, നൃത്തരൂപമാണ്. യാക്കും
ആയിട്ട് ചേർന്ന് ആ കാലെടുത്ത് തൊഴിക്കണതൊക്കെ കാണിക്കുന്നു. അത് നമ്മുടെ ടൂർ മാനേജരെയൊക്കെ ചെന്ന് പാർട്ടിസിപ്പൻസിൻ്റെയൊക്കെ അടുത്ത് വന്ന് അങ്ങനെ വളരെ രസകരമായ യാക്ക് ഡാൻസാണ്. സുഹൃത്തുക്കളെ, ബായ്.